ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ സൈനിക വാഹനത്തിലേക്ക് പാറക്കല്ല് പതിച്ചു മരിച്ച സൈനികൻ പി ആദർശിന് വിട നൽകി ജന്മനാട്. കുന്നത്തുമോട്ട വടക്കേ പാൽപ്പറമ്പിൽ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ സൈനിക വാഹനത്തിലേക്ക് പാറക്കല്ല് പതിച്ചു മരിച്ച സൈനികൻ പി ആദർശിന് വിട. ഫറൂഖ് ചുങ്കം ഗാദി സിയാൽ സ്കൂളിൽ പൊതുദർശനത്തിന് ശേഷം പൂർണ്ണ സൈനിക ബഹുമതികളോടെ കുന്നത്തുമോട്ട വടക്കേ വാൽപ്പറമ്പിലെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. ഇന്നലെ രാത്രി 10:30 ഇൻഡിഗോ വിമാനത്തിൽ കരിപ്പൂരിലെ വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം 122 ടെറിട്ടോറിയൽ ആർമി ബറ്റാലിയൻ സൈനിക ബഹുമതികളോടെ ഏറ്റുവാങ്ങി. രാത്രി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം കരസേനയുടെ നേതൃത്വത്തിൽ ഇന്നു രാവിലെ 7:30 വിലാപയാത്രയായി ഫറൂഖിൽ എത്തിച്ചു. ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും ഒട്ടേറെ വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ഭൗതിക ശരീരം ചുങ്കത്തേക്ക് എത്തിച്ചത്. വീട്ടിൽ നടന്ന സംസ്കാര ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി. തുടർന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും ചേർന്നു. കരസേന 426 ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറിംഗ് കമ്പനിയിൽ സൈനികനായ ആദർശ് സഞ്ചരിച്ച വാഹനത്തിനു മുകളിലേക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് പാറക്കല്ല് വീണത്. ജാക്രി ട്രാൻസിറ്റ് ക്യാമ്പിൽ നിന്നും യൂണിറ്റിലേക്കുള്ള യാത്രക്കിടെയാണ് അപകടം നടന്നത്. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്.